ഇവിടെ ഒരു പ്രിൻസസിന്റെ മൂക്ക് ഭയങ്കരമായിട്ട് വളരാൻ തുടങ്ങി. നോക്കുമ്പോൾ അത് നീണ്ടു നീണ്ട് റൂമും കടന്ന് ജനല് വഴി പുറത്തേക്ക് ഇറങ്ങി ആ നാട് മുഴുവൻ നീളാണ്. ഉടനെ ജനങ്ങൾ അത് കണ്ട് ഇതെന്താ സാധനം എന്ന് മനസ്സിലാക്കാതെ അതിനെ ഫോളോ ചെയ്തു പോകുന്നു. അങ്ങനെ ആ മൂക്ക് നീണ്ടു വളർന്ന് ഒരു പാമ്പിനെ പോലെ ആയിട്ട് ഒരു ലേഡിയുടെ വീട്ടിൽ ചെന്ന് കയറാണ്. ഉടനെ പേടിച്ച ലേഡി ആ മൂക്കിന്റെ മേലെ കൂടി ചൂടുവെള്ളം എടുത്തൊഴിക്കുന്നു. അപ്പൊ ആ പെയിൻ പ്രിൻസസിന് കൊട്ടാരത്തിലിരുന്ന് തന്നെ അറിയാൻ പറ്റുന്നുണ്ട്. അങ്ങനെ വീണ്ടും മൂക്ക് നീണ്ടു നീണ്ടു വളർന്ന് ആ നാടിന്റെ അതിരും കടന്ന് മഞ്ഞു മൂടി കിടക്കുന്ന ഒരു പ്രദേശത്തെത്തുകയാണ്. അപ്പൊ കൊട്ടാരത്തിലിരുന്ന പ്രിൻസസിന് തുമ്മൽ വരുന്നു. അവിടെ നിർത്താതെ ആ പ്രദേശവും കടന്ന് മറ്റൊരു സ്ഥലത്തെ ലേക്കിലൂടെ മൂക്ക് പോവാൻ തുടങ്ങി. അപ്പൊ കരയിലിരുന്ന രണ്ട് പിള്ളേരെ വെള്ളത്തിലൂടെ പാമ്പ് പോകുന്നെന്ന് വിചാരിച്ച് മൂക്കിനെ കല്ലെടുത്തെറിയാൻ തുടങ്ങി. അങ്ങനെ ആ നാട്ടിലെ ഒരു പ്രജ മൂക്ക് കണ്ട് അവരുടെ രാജാവിനെ കാര്യം അറിയിക്കുകയാണ്. അങ്ങനെ ആ രാജ്യത്തുള്ള എല്ലാവരും മൂക്കിനൊരു വലിയ വരവേൽപ്പ് തന്നെ നടത്തുന്നു. കാരണം വന്നുകൊണ്ടിരിക്കുന്നത് ഒരു പ്രിൻസസിന്റെ മൂക്കല്ലേ, അപ്പൊ അതിന് രാജമര്യാദ കൊടുത്തേ പറ്റൂ. അങ്ങനെ മൂക്ക് രാജാവിന്റെ അടുത്തെത്തിയതും രാജാവ് ഒരു മെഡൽ എടുത്ത് മൂക്കിനിട്ട് കൊടുക്കുകയാണ്. ആ സമയത്ത് കൊട്ടാരത്തിൽ ഒരു പ്രശസ്ത വൈദ്യനെ കൊണ്ടുവന്ന് പ്രിൻസസിന്റെ മൂക്ക് ചെറുതാക്കാനുള്ള ഒരു മരുന്ന് കൊടുക്കുന്നു. സംഭവം മരുന്ന് കഴിച്ച ഉടനെ പ്രിൻസസിന്റെ മൂക്ക് ചുരുങ്ങി പഴയതുപോലെ ആകുന്നു.